എൻ്റെ പൊന്നെൻ്റെ കാക്കൂനാണെങ്കിൽ ഒക്കെ നാളെ നാട്ട് എനിക്കാണെങ്കിൽ എന്ത് വിചാരിച്ചാലും അത് അപ്പം ഇങ്ങോട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊരു ചെയർ നോക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ കുടിയിരിക്കലുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ അവിടുന്ന് എല്ലാവരും വന്നിരിക്കുമ്പോൾ നമുക്ക് ചെയറില്ലാഞ്ഞ് മോശമല്ലേ. അപ്പോൾ അടുത്തൊരു കടയിൽ കയറിയിട്ട് നോക്കാൻ വേണ്ടി വന്നത്. ഇവിടെയാണെങ്കിൽ നമ്മളും ഇവിടുത്തെ വിലയും ഒക്കൂല കേട്ടോ. അപ്പോൾ നമ്മളിവർക്ക് ഗിഫ്റ്റ് വാങ്ങാണ്ട് വേറൊരു കടയിൽ കയറി കേട്ടോ. അപ്പോൾ അത് നമ്മുടെ അടുത്ത് തന്നെയല്ല കട, ഇത് കുറച്ച് അങ്ങാടിക്ക് വന്നിട്ടാട്ടോ, ടൗണിലേക്ക് വന്നിട്ടാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മളൊരു വീട്ടിൽ കഴിയുന്ന പണി നമ്മുടെ അടുത്തുള്ള അയൽവാസികളെല്ലാം കേട്ടോ. അപ്പോൾ ഇത് നോക്കിയാൽ സ്റ്റീലിൻ്റെ കുടുക്ക കാണാൻ എന്തൊരു ഭംഗിയല്ലേ. സ്റ്റീലിൻ്റെ പാത്രങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുപോലെ മൺകല കേട്ടോ. പിന്നെ അതുപോലെ ഞങ്ങൾ അവിടെ നിന്ന് നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ വേറൊരു കടയിൽ പോയി. ഇത് നോക്കി ഞങ്ങൾ അടുത്തുള്ള എല്ലാവരും വന്നിരിക്കുന്ന ഒരു സ്ഥലം കേട്ടോ. വയസ്സായവർ വേറെ, കപ്പിൾസ് വേറെ, ഫാമിലി വേറെ, അങ്ങനെ ഇരുന്ന് സൊറ പറയാൻ ഇരിക്കുന്നൊരു സ്ഥലം കേട്ടോ ഇത്. പിന്നെ ഞങ്ങൾ വേറെ കാക്കുൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കടയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പോക്ക് എന്താണെന്ന് പറയുക, ക്യാമറ കട്ട് ചെയ്തിട്ടില്ല പോക്കാട്ടോ. അരികൂടെയാണ് പോണത്, ക്യാമറയുടെ ചോട്ട് കൂടെ കേട്ടോ. നമ്മളൊക്കെ പിന്നെ ഹെൽമെറ്റ് ഇടുന്ന പോലീസിന് പഠിച്ചിട്ട് ക്യാമറ പഠിച്ചിട്ടാണല്ലോ. ഒക്കെ അങ്ങനെ ഞങ്ങളിങ്ങനെ ചോട്ട് കൂടെ അങ്ങോട്ട് പോവുകയാണ്. അതിൻ്റെ ചോട്ട് കൂടെ പോയാൽ നമ്മൾ ക്യാമറ അടിക്കൂലല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ കാക്കുവിൻ്റെ ഫ്രണ്ടിൻ്റെ കട. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അയാളില്ല. അപ്പോൾ കുറച്ച് സമയം ഇവിടെ ഇരുന്ന് ഒന്നിങ്ങനെ ഷോ കാണിച്ചാൽ വേണ്ടി ഇരുന്നതാട്ടോ. വെറുതെ ഇങ്ങനെ എല്ലാ ചെയറിലിരുന്ന് ഇത് കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഞങ്ങളെ തറവാട്ടിലൊരു ഒരലുണ്ടായിന്, അതാ ഓർമ്മ വരുന്നുണ്ട്. ഇത് എന്ത് കുന്താണ് എന്താവും. പിന്നെ വെറുതെ ഒരു സെൽഫി എടുക്കൽ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇതാ ഞങ്ങളെടുത്ത ചെയർ കേട്ടോ. നല്ല ഭംഗിയുടെ വിലയും പാകമാണ്. വീണ്ടും ഞങ്ങൾ ക്യാമറയുടെ ചോട്ട് കൂടെ തന്നെ പോണത് കേട്ടോ. ഹെൽമെറ്റ് ഇല്ലാത്ത എൻ്റെ മൂന്നാമത്തെ സന്തതിക്ക് കടി കൊണ്ട് ചെന്നിട്ടില്ലെങ്കിൽ എൻ്റെ ഭദ്രയുദ്ധം നടത്തുക. അപ്പോൾ അതും വാങ്ങിച്ച് പിന്നെ മീനും മേടിച്ച് പിന്നെ ഞങ്ങളെ പുരയ്ക്ക് അങ്ങനെ പോവാം കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.